നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനത്തിന് പിന്നാലെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പഴയതുപോലെയല്ല, പലരും ജോലികളിൽ നിന്നും ഒഴിയുകയാണ്. സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രധാന തസ്തികകളിൽ നിന്നും പ്രവാസികളെ പുറത്താക്കുകയാണ്. സൗദി, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും നിരവധി പ്രവാസികളാണ് നാടുവിട്ടത്. ഓരോ മേഖലകളിലായി സ്വദേശിവൽക്കരണം ഉണ്ടാകുമ്പോൾ അത് പ്രവാസികളെ ബാധിക്കുകയാണ്. അതായത് ആരോഗ്യ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് വ്യക്തത വരുത്തി ബഹ്റൈൻ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിലെ അനുബന്ധ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ഉദ്ദേശമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. പ്രവാസികളിൽ ആശങ്കയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനം പങ്കുവച്ചത്. എന്നാൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പദ്ധതിയിടുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് നിയമം, സർക്കാർ ആശുപത്രികളിലെയും ഹെൽത്ത് സെന്ററുകളുടെയും സ്വയംഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സംവിധാനം പൊതുവായി പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ മാത്രമാണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിലും ഹെൽത്ത് സെന്ററുകളിലും ആശുപത്രികളിലും ഉദ്യോഗസ്ഥരെ പുനഃവിന്യസിക്കും. മാത്രവുമല്ല, ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സാങ്കേതിക സേവന സൗകര്യങ്ങൾ ചേർത്ത് വിപുലപ്പെടുത്തുകയും ജനങ്ങൾക്ക് തൃപ്തികരമായ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. ആരോഗ്യകാര്യ സുപ്രീം കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഈ മേഖലയിൽ പരിചയസമ്പന്ന കമ്പനികളുടെ സഹായം തേടുകയും ചെയ്യുമെന്ന് ആരോഗ്യ മന്ത്രാലയ അധികൃതർ പറഞ്ഞു. അതേസമയം ഖത്തറിൽ വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതായി റിപ്പോർട്ട്. സ്വകാര്യ കമ്പനികളിലാണ് സ്വദേശികളെ നിയമിച്ചിരിക്കുന്നത്. തൊഴിൽ പരിശീലന പരിപാടിയിലൂടെ ഈ വർഷത്തെ ആദ്യം 3 മാസം കൊണ്ട് 337 സ്വദേശികളെ നിയമിക്കുകയുണ്ടായി. സ്വകാര്യ കമ്പനികളുടെ ഉന്നത പദവികളിലാണ് നിയമനം. തൊഴിൽ മന്ത്രാലയം വക്താവ് ഖാലിദ് ഹുസൈൻ അബ്ദുള്ള ഖത്തർ ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലായിരുന്നു ഏറ്റവും അധികം നിയമനങ്ങൾ. ഊർജ്ജ വ്യവസായ മേഖലയിലും ടെലികമ്മ്യൂണിക്കേഷൻ, IT സേവന, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, കോൺട്രാക്ട് മേഖലകളിലും ഹോസ്പിറ്റാലിറ്റി രംഗത്തും സ്വദേശികൾക്ക് ഉന്നത തസ്തികകളിൽ ജോലി ലഭിച്ചു. നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം വഴി സ്വദേശികൾക്കായി സ്വകാര്യ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങൾ തൊഴിൽ മന്ത്രാലയം ലഭ്യമാക്കുന്നുണ്ട്.